10:30 AM ലോക്കൽ കോൾ, താങ്ക് യു, ഹാപ്പി ജേണി, പിന്നെ രാജേഷ് പിള്ളയുടെ അവസാന ചിത്രമായ വേട്ട മുതലായവയാണ് അരുൺലാൽ രാമചന്ദ്രൻ തിരക്കഥ എഴുതിയിട്ടുള്ള സിനിമകൾ. ഇവയെല്ലാം നോക്കിക്കഴിഞ്ഞാൽ പൊതുവായിട്ടൊരു ത്രില്ലർ സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കും. ഏതാണ്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഇൻഡസ്ട്രിയിലേക്ക് ഒരു സംവിധായകൻ എന്ന രീതിയിൽ തിരിച്ചുവരവ് നടത്തുമ്പോൾ അരുൺലാൽ രാമചന്ദ്രൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സബ്ജക്റ്റ് ത്രില്ലറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു ലൈറ്റ് ഹാർട്ടഡ് ഫാന്റസി സിനിമയാണ്. കാര്യമായ വ്യത്യസ്തത അവകാശപ്പെടാനില്ലെങ്കിലും തരക്കേടില്ലാത്ത തരത്തിലുള്ള ഹ്യൂമർ ഉള്ളത് സുഖമാണ് എന്ന ഈ സിനിമയുടെ ഒന്നാം പകുതിയെ കണ്ടിരിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കുന്നുണ്ട്. രണ്ടാം പകുതിയിൽ സിനിമ കാണിച്ചു തരുന്ന സൊല്യൂഷനുകൾ നമ്മൾ അങ്ങനെ കേട്ട് ശീലിച്ചിട്ടില്ലാത്തതൊന്നും അല്ലെങ്കിലും ഒറ്റപ്പെടൽ എന്ന അവസ്ഥയെ പടം അഡ്രസ്സ് ചെയ്യുന്ന രീതി കാരണം മെയിൻ ക്യാരക്ടറിന് വേണ്ടി റൂട്ട് ചെയ്യാൻ നമുക്ക് തോന്നുന്നുണ്ട്. വലിയ സർപ്രൈസുകളൊന്നും ഇല്ലെങ്കിലും ഒരു കംഫർട്ട് വാച്ചായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാകാൻ ആകെ മൊത്തത്തിൽ സുഖമാണ് എന്ന ഈ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. തിയോ ആണ് നമ്മുടെ നായകൻ. അച്ഛനും അമ്മയും ഒന്നും ഇല്ലാത്ത തിയോ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. ആരോടും വലിയ കൂട്ടില്ലാത്ത ജീവിതമായതുകൊണ്ട് അവനെ പലരും പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്നത് മെന്റൽ എന്നാണ്. അങ്ങനെയിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഒരു പ്രായമായ മനുഷ്യന്റെ പ്രേതവുമായിട്ട് തിയോയ്ക്ക് സംസാരിക്കാൻ പറ്റും. ആ മനുഷ്യന് തിയോ സ്വന്തം മുത്തച്ഛന്റെ സ്ഥാനം കൊടുക്കും. ഇങ്ങനെ സംസാരിക്കാനുള്ള അവസരം ഉപയോഗിച്ചിട്ട് തിയോ സ്വന്തമായി ഒരു കുടുംബം ഉണ്ടാക്കാൻ നോക്കുന്നതും അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളുമാണ് ഈ സിനിമയിൽ നമ്മൾ കാണുന്നത്. ലോൺലിനെസ് എന്ന ഇമോഷൻ എക്സ്പ്ലോർ ചെയ്യാനാണ് തീമാറ്റിക്കലി ഈ സിനിമ ശ്രമിക്കുന്നത്. നമ്മുടെ നായകൻ നന്നേ ചെറിയ പ്രായം തൊട്ടേ ഒറ്റയ്ക്കാണ്. കുടുംബം, കൂട്ടുകാർ മുതലായ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പുകൾ അയാൾ വല്ലാതെ കൊതിക്കുന്നുണ്ട്. സിനിമയുടെ തുടക്കഭാഗത്ത് തിയോയുടെ ഡെയിലി റൂട്ടീൻ കാണിക്കുന്ന ഏരിയയിൽ എഴുത്ത് വളരെ ബേസിക് ആണ്. പ്രെഡിക്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും ഫാന്റസി എലമെന്റുകൾ കയറി വരുമ്പോൾ സിനിമ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നുണ്ട്. ആളുകളൊന്ന് മരിച്ചു കിട്ടാൻ കാത്തു നിൽക്കുന്ന ഒരു നായകന് വേണ്ടി നമ്മൾ റൂട്ട് ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു രസകരമായ സാഹചര്യം ഈ പടം ഉണ്ടാക്കുന്നുണ്ട്. അല്പസ്വല്പം ക്രിഞ്ചും ഊഹിക്കാൻ പറ്റുന്നതുമാണെങ്കിലും സെക്കൻഡ് ഹാഫിൽ പല സ്ഥലത്തും ചില എലമെന്റുകൾ പ്ലേസ് ചെയ്തുകൊണ്ട് പലരും കടന്നുപോയിട്ടുണ്ടാകാവുന്ന ലോൺലി ആയിട്ടുള്ള ഫേസുകളെ ഓർമ്മിപ്പിക്കാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കംഫർട്ട് വാച്ച് എന്ന ഗണത്തിലേക്ക് സിനിമയെ എത്തിക്കുന്നത് ഒരുപക്ഷെ ആ ഘടകമായിരിക്കും. ജീവിതത്തിൽ ഇല്ലാതെ പോയ എല്ലാ സുഖങ്ങളും കിട്ടിയ അവസരം ഉപയോഗിച്ച് നായകൻ ഫിക്സ് ചെയ്യുന്നു എന്ന രീതിയിൽ ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ റിയൽ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ സെൻട്രൽ ക്യാരക്ടറിന് കൊടുക്കുക എന്നതാണ് ഇവിടെ തിരക്കഥയുടെ ഒരു ലക്ഷ്യം. മറ്റ് കഥാപാത്രങ്ങളെല്ലാം തന്നെ ഒരർത്ഥത്തിൽ റിയൽ ആയിട്ടുള്ള സൊല്യൂഷനിലേക്ക് നായകനെ എത്തിക്കുന്ന ഫാക്ടറുകളാണ്. ഡയലോഗിലൂടെയുള്ള ചില മോട്ടിവേഷൻ പരിപാടികൾ അത്രയ്ക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ഇതിലെ പ്രധാന കഥാപാത്രങ്ങളും അവരുടെ ബാക്ക് സ്റ്റോറികളും നോക്കുകയാണെങ്കിൽ എല്ലാത്തിനും നമ്മൾ വേറെ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളൊരു സ്വഭാവമുണ്ട്. പൊതുവെ എസ്കേപ്പിസ്റ്റ് റൊമാൻറ്റിക് കോമഡികളിൽ കാണുന്ന തരം കുറേ മൊമെന്റുകൾ കാണിച്ചതിന് ശേഷം പെട്ടെന്ന് നായകന് റിയാലിറ്റിയുടെ ഒരു ടേസ്റ്റ് കാണിച്ചു കൊടുക്കുന്ന രീതിയിൽ അവസാനത്തേക്ക് പടം മാറുന്നുണ്ട്. ഫാന്റസിയിൽ നിന്ന് മാറി റിയൽ ആയിട്ടുള്ളത് നോക്കാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഭാഗം അവിടെയാണ്. അയാളെപ്പോലെ തന്നെ റിയൽ ആയിട്ടുള്ളത് തേടുന്ന ഒരു ക്യാരക്ടറിനെയും സിനിമ സൈഡിലൂടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നായകന്റെ ഈ ഒരു ക്യാരക്ടർ ആർക്ക് ക്ലീഷകൾ ഒരുപാട് ഉണ്ടെങ്കിലും ഈ സിനിമയുടെ ഐഡിയയെ നമുക്ക് ഇഷ്ടമുള്ളതാക്കുന്നുണ്ട്. പടത്തിലെ പാട്ടുകൾ, പ്രത്യേകിച്ച് ഇമോഷണൽ ആയിട്ടുള്ള പാട്ടുകൾ, ഫീലിങ്സിന് ഒരു എൻഹാൻസ്മെന്റ് കൊടുക്കുന്നുണ്ട്. കോൺഫിഡൻസ് ഫേക്ക് ചെയ്യാത്ത ഒരു അണ്ടർ കോൺഫിഡന്റ് ക്യാരക്ടറാണ് മാത്യു അവതരിപ്പിക്കുന്ന തിയോ. കാര്യമായി സംസാരിക്കാത്ത സീനുകളിലും സ്വാഭാവികമായിട്ട് മാത്യുവിന്റെ മുഖത്ത് വരുന്ന ഒരു ഇന്നസെൻസ്, ആ കഥാപാത്രം വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന സപ്രസ്ഡ് ആയിട്ടുള്ള വിഷമം നല്ല രീതിയിൽ സ്ക്രീനിൽ കാണിക്കാൻ സിനിമയെ സഹായിക്കുന്നുണ്ട്. സീനിയർ ആയിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു തുടങ്ങിയതിന് ശേഷം തന്റെ അഭിനയത്തിലെ വേറെ ഒരു ശൈലി കൊണ്ട് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആക്ടറാണ് ശ്രീ ജഗദീഷ്. വളരെ റെഗുലർ ആയിട്ടുള്ള ഇതിലെ ക്യാരക്ടറിനെ പെർഫോമൻസ് കൊണ്ട് വേറെ ഒരു തരത്തിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. ലോജിക്ക് നമുക്ക് ചോദ്യം ചെയ്യാൻ തോന്നുന്ന തരം ഒരു ഹോസ്പിറ്റൽ സീൻ ഈ പടത്തിലുണ്ട്. പക്ഷെ വെറും 4 വാക്കുകൾ മാത്രമുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ് കേട്ട് കഴിയുമ്പോൾ നമ്മുടെ ഫോക്കസ് ലോജിക്കിൽ നിന്ന് മാറി അതിന്റെ ഇമോഷനിലേക്ക് പോകും. ദേവിക സഞ്ജയാണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. പല രീതിയിലും പുള്ളിക്കാരി അവതരിപ്പിക്കുന്ന ക്യാരക്ടർ ഞാൻ പ്രകാശനിൽ ദേവിക ചെയ്ത ക്യാരക്ടറുമായിട്ട് നല്ല സാമ്യമുള്ളതാണ്. കഥാപാത്രം ആവശ്യപ്പെടുന്ന കോൺഫിഡൻസോടുകൂടി ദേവിക അത് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു 10 വർഷം മുന്നേ സിനിമകളിൽ കേൾക്കുന്ന തരം കോമഡി പറഞ്ഞുകൊണ്ട് നോബി മാർക്കോസ് ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഹ്യൂമർ കൊണ്ടുവരാൻ വേണ്ടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെല്ലാം നല്ല പ്രകടനം തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. സ്ഫടികം ജോർജ്, കൊടശനാട് കനകം, അബിൻ ബിനോ എന്നിവരൊക്കെയാണ് ആ ക്യാരക്ടേഴ്സ് ചെയ്തത്. ഫാന്റസി എലമെന്റുകളെ കുറച്ച് സൂപ്പർഫിഷ്യൽ ആയിട്ടും ഇമോഷണൽ എലമെന്റുകളെ ക്രിഞ്ച് അല്പം കൺട്രോൾ ചെയ്തിട്ടും അവതരിപ്പിച്ചിട്ടുള്ള ഒരു പടമാണ് സുഖമാണ്. 1 മണിക്കൂർ 47 മിനിറ്റ് മാത്രമുള്ള ഈ പടം ചുമ്മായിട്ട് വലിപ്പിക്കാതെ പെട്ടെന്ന് തന്നെ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട്. പെർഫോമൻസുകൾ ബേസിക്കായ കഥയെ ഗ്രൗണ്ട് ചെയ്യുന്ന, കഥാപാത്രങ്ങളുടെ ഇമോഷണൽ സൈഡ് കുറച്ചുകൂടി വിസിബിൾ ആയിട്ടുള്ള ഈ സിനിമ ഒരു റിലാക്സ്ഡ് ഫൺ വാച്ചായിട്ട് കണ്ടിരിക്കാവുന്ന ഒരു സിനിമയാണ്. ഇത്രയുമായിരുന്നു ഈ സിനിമയെക്കുറിച്ചിട്ടുള്ള എൻ്റെ റിവ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുമെന്നും കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. താങ്ക്